ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു മഷ്റൂം മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാം. അത് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായ ശേഷം കുത്തി അരിഞ്ഞ 2 സവോള ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിന് ചതച്ചെടുത്തതാണ്. അതോടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടിയും കൂടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് 2 തക്കാളി ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. അത് പ്യൂരിയാക്കിയെടുത്ത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സി കഴുകിയ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മസാലയൊന്ന് മൂപ്പിച്ചെടുക്കണം. മസാല മൂത്ത് വന്ന ശേഷം നമുക്കതിലേക്ക് കഴുകി കണ്ടിച്ചെടുത്ത് വെച്ച കൂണ ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്തിട്ട് ആ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം സവോളയ്ക്ക് വേണ്ട ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, കൂണിന് വേണ്ട ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ഞാനൊരു 500 ml തിളച്ച വെള്ളമാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ ചപ്പാത്തിക്കൊക്കെ കൂട്ടാനുള്ള പാകത്തിനാണ് കറി തയ്യാറാക്കിയെടുക്കുന്നത്. ഒത്തിരി ചാറുമല്ല, തീരെ കുറുകിയത് കറിയുമല്ല കേട്ടോ. അപ്പോൾ അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് ഒരു 4-5 ടേബിൾ സ്പൂണോളം കാഷ്യൂ പൊടിയാണ്. ഇനി കാഷ്യൂവിൻ്റെ പൊടി ഇല്ലെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് തേങ്ങ നല്ല പേസ്റ്റായിട്ട് അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കാനില്ലാത്തവർക്ക് തേങ്ങ പൊടി ഉണ്ടെങ്കിൽ അതായാലും ചേർത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഇട്ട് കാഷ്യൂ ആണ് ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ്. പക്ഷേ തേങ്ങ ചേർത്താലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പോടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിനി ചെയ്യേണ്ടത് താളിച്ചൊഴിക്കുകയാണ്. ഞാനിവിടെ ഒരു പാനിൽ ഇച്ചിരി എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ കറിവേപ്പിലയല്ല കേട്ടോ ഉപയോഗിക്കുന്നത്, ഞാനിവിടെ മല്ലിയിലയാണ്. മല്ലിയില നമ്മൾ ഇതുപോലെ ചേർത്ത് കഴിയുമ്പോൾ കറിക്ക് ഒരു എക്സ്ട്രാ ഫ്ലേവറാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മല്ലിയില കഴുകിയെടുത്തതിൽ വെള്ളം പോയ ശേഷം ഇടാവുള്ളത് പൊട്ടിത്തെറിക്കും. ഇത് ഒരു സൂപ്പർ ടേസ്റ്റ് തരുന്ന ഒരു താളിക്കലാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. കറിവേപ്പിലേക്കാളും ഒരു വ്യത്യസ്ത രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് കറി ലൈഫ്.